അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലിവർ ഗ്രേവി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ തക്കാളി, പിന്നെ 2 പച്ചമുളക്, ക്യാപ്സിക്കം, ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കനും തന്നെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കറിവേപ്പില, 3 ചെറിയ കഷ്ണം പട്ട, 3 ഏലക്കായ, 3 കറാമ്പൂവ്, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് ഇറച്ചി മസാലപ്പൊടിയാണ് കേട്ടോ. അതും 1 ടേബിൾ സ്പൂൺ ഇറച്ചി മസാലപ്പൊടിയും കൂടി വേണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചതൊന്ന് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ സ്റ്റൗവിൽ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം. അതുപോലെ കറിവേപ്പിലയും ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതും കൂടി പച്ചമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. തക്കാളി ഒഴികെ ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള, ഇഞ്ചി, പച്ചമുളക്, ക്യാപ്സിക്കം ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇത് വഴറ്റിയെടുക്കാം. സവാളൊക്കെ വഴണ്ടി വന്നതിന് ശേഷം ഇതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. തക്കാളിയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ പാത്രത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുഴറ്റിക്കൊണ്ട് ആ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത്. പൊടിപ്പില്ലാതെ നല്ലത് ഒന്നുകൂടി കല്ലുപ്പായിരിക്കും കേട്ടോ. അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ 1/2 കിലോ ലിവറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്കുള്ള അളവാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. നിങ്ങളതിലേറെ എടുക്കണമെന്നുണ്ടെങ്കിൽ മസാലയുടെ അളവൊക്കെ ഒന്ന് കൂട്ടിയാൽ മതി. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഒന്ന് മൂടി വെച്ചൊരു വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടാം. എന്നിട്ട് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടും കൊടുത്ത് ഒന്നും കൂടി കുക്ക് ചെയ്യണേ. അപ്പോൾ ലിവർ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. ഇൻഷാല്ലാ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.